ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനും എനിക്കറിയാം. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ മുൻപിൽ വന്നാ പിന്നെ എന്റെ മകൻ നിന്റെ ശവം പോലും കാണില്ല. മനസ്സിലായോടി ഓരുംപെട്ടവളെ? ഇറങ്ങിപ്പോടി എന്റെ മുമ്പിൽ നിന്ന്. നിക്ക്. ഇനിയും ഇതുപോലുള്ള അഹങ്കാരവുമായിട്ട് എന്റെ മുമ്പിൽ വന്ന ഇറക്കി വിടുന്നത് ഈ മുറിന്നാവില്ല, അത് ഈ വീട്ടിൽ നിന്ന് തന്നെയാവും. എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഞാൻ ഇറക്കി വിടും. മനസ്സിലായോ നിനക്ക്? ഇനി അവനും നിന്നോടൊപ്പം ഇറങ്ങി വരുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പറഞ്ഞ് അവനെയും ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. പിന്നെ ഈ മുറിന്ന് ഇറങ്ങി പോകുമ്പോ പുറത്ത് ചന്ദ്രലേഖയോ കല്യാണിയോ നിൽപ്പുണ്ടെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. കേട്ടോടി? ഇറങ്ങിപ്പോ. ഔട്ട്. ശരിക്കും ഒന്ന് കിട്ടിയല്ലേ? ആ, രമാദേവി മാഡത്തിന്റെ അടിയല്ലേ? നല്ല ഉശര് കാണും. കണ്ണിക്കൂടെ എത്ര പൊന്നിച്ചേ പറഞ്ഞത്? ആ താടകം നിന്നെ വിളിക്കുന്നുണ്ട്. അകത്ത് പോയി അടിയുടെ ഉശര് നീ തന്നെ ചൂടോടെ അറിയി. എന്റെ കാര്യം അവിടെ നിക്കട്ടെ. നിനക്ക് ഇനിയും കുറെ വാങ്ങിച്ചു കൂട്ടാനുള്ളതല്ലേ? ഇതൊരു തുടക്കമായിട്ട് കരുതിയാ മതി. പോടി. നീ എത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ? ഞാനിങ്ങോട്ട് വരുമ്പോഴാ മാഡത്തിന്റെ മരുമകള് ഐശ്വര്യ മാഡത്തെ കണ്ടത്. ഐശ്വര്യ മാഡമാ എന്നെ മാഡം വിളിക്കുന്നു എന്ന് പറഞ്ഞത്. മരുമകളോ? ഏതു മരുമകള്? ആരുടെ മരുമകള്? ആവശ്യമില്ലാത്ത പദവികളൊന്നും നീ ആർക്കും കൽപ്പിച്ചു കൊടുക്കണ്ട. മനസ്സിലായി മാഡം. മാഡം എന്നെ വിളിപ്പിച്ചത്? ആ, നീ പോയി നല്ല ഒരു ജ്യൂസ് എടുത്തോണ്ട് വാ. മാംഗോ ജ്യൂസ് തന്നെ ആയിക്കോട്ടെ. ശരി മാഡം. ആ, നിക്ക്. നല്ല തണുപ്പ് വേണം, മധുരവും. ജ്യൂസ് നല്ലതല്ലെങ്കിൽ നീ വിവരം അറിയും, കേട്ടല്ലോ? ആ, വേഗം പോയി ജ്യൂസ് എടുത്തോണ്ട് വാ.